ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അനുഗ്രഹീതമായ പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മധ്യാഹ്നം പിന്നിട്ട ഈ നാഴികയിൽ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ ഇഷ്ടപ്രകാരം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം തന്നതോർത്ത് സ്തുതിക്കുന്നു നാഥ. പരിശുദ്ധ വചനം കൊണ്ടും അങ്ങയുടെ സാമീപ്യം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ആവശ്യപ്പ് കൊണ്ടും ദൈവിക ചൈതന്യം കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തെ നാൾക്ക് നാൾ ഉയർത്തുന്ന സ്വർഗീയനാഥന് കോടാനുകൂടി സ്തോത്രസ്തുതി ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ പാപം വെളിപ്പെടുത്തി തരണമേ. അനുദപിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സ് തരണമേ. ഞങ്ങളുടെ പാപം ക്ഷമിച്ച് ഞങ്ങളുടെ പ്രവൃത്തി നിമിത്തമായി ഞങ്ങളിൽ വാഴുന്ന സകല ദുഷ്ടതകളും യേശുവിന്റെ തിരുരക്തത്താൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഞങ്ങളെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരും ദൈവകൃപയിൽ ജീവിക്കുന്നവരുമായി രൂപാന്തരപ്പെടുന്ന സമയമാകട്ടെ. വചനം ഞങ്ങൾക്ക് വിളമ്പി തരണമേ. യേശുവിന്റെ തിരുസന്നിധിയിൽ ചേർന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരായി ഞങ്ങൾ മാറണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്താ, കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്താൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെന്നെ കടന്നുപോയി. ദൈവാതിരുസന്നിധിയില് പരിശുദ്ധ റൂഹ നൽകിയ വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. മനുഷ്യ ജീവിതത്തിൽ ഓരോ വ്യക്തികളും ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെയാണ്. മനുഷ്യ മനസ്സിലേക്ക്, അവന്റെ ബുദ്ധിതലത്തിലേക്ക് പ്രവേശിച്ചതായ ഇൻഫർമേഷൻസ് അത് പേരൻസിൽ നിന്ന്, വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന്, കൂടെ നടന്ന കൂട്ടുകാരിൽ നിന്ന്, ഭാവിയിൽ വിവാഹം കഴിച്ച ജീവിത പങ്കാളിയിൽ നിന്ന്, പഠിപ്പിച്ച അധ്യാപകരിൽ നിന്ന്, ഉപദേശിച്ച വ്യക്തികളിൽ നിന്ന്, ഇങ്ങനെയാ നിര തുടരുന്നു. വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ ട്രെയിൻ ചെയ്യപ്പെട്ട് പരിശീലിപ്പിക്കപ്പെട്ട് വളർന്നു വന്ന ജീവിതങ്ങളാണ് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വേദനകൾക്കും ദുഃഖങ്ങൾക്കും അവന്റെ ജീവിത സാഹചര്യവുമായി വളരെ വലിയ ബന്ധമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവൻ തകർച്ചയിൽ ഇരിക്കുകയാണെങ്കിൽ, ദൈവമക്കളെ ഇത് കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ്. എന്നാൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാനോട് ചേർത്ത് തൃത്വസ്തുതികളോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഞാനും നിങ്ങളും ആ സ്തുതിവചന കീർത്തനങ്ങൾ ഇമ്പമോടെ പാടാൻ ജീവിതം ക്രമപ്പെടുമ്പോൾ, അതായത് കർത്താവിനോട് ചേരുമ്പോൾ, നിത്യം ആ ചേർച്ച പുതുക്കപ്പെടാനും ആരാധിക്കുവാനും ദൈവത്തിന്റെ വചനം നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ്.
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വചനം വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വായ്ത്തരയുള്ള വാളാണ്. അത് മനുഷ്യ മനസ്സുകളിലേക്ക് ആഴത്തിൽ കയറി ചെല്ലുന്നു. ഒരു വ്യക്തി ഫോം ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള പരിപരുത്ത അനുഭവങ്ങളിലാണെങ്കിൽ തന്നെയും അവൻ ക്രിസ്തുവിന്റെ അരികിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തു വചനമായിരിക്കുമ്പോൾ, അവന്റെ സാമീപ്യം വചനമായിരിക്കുമ്പോൾ, അവൻ ഉപദേശിക്കുന്നത് വചനമായിരിക്കുമ്പോൾ, ആദിയിൽ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം തന്നെയായിരുന്നു എന്ന് പറയുന്ന പ്രകാരം ആ വചനങ്ങൾ അവന്റെ ഉള്ളിലെ ചിന്തകളിലേക്ക്, മനസ്സിന്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവനെ സൗഖ്യപ്പെടുത്തുകയും ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടി എന്ന അനുഭവത്തിലേക്ക് അവനെ പുതുക്കത്തിലേക്ക് നയിക്കുകയും അവനൊരു പുതിയ വ്യക്തിയായി മാറുകയും അവന്റെ പാരമ്പര്യ ശാപങ്ങൾ, ബന്ധനങ്ങൾ, പൈശാചിക ബാധകളെല്ലാം പൊട്ടപ്പെടുകയും അവനൊരനുഗ്രഹമായി തീരുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഈ അനുഗ്രഹത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്നവർ എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. കർത്താവേ, ഈ സമയത്തിരിക്കുന്ന ഈ മക്കളെ കർത്താവിന്റെ ക്രൂശിൻ ചൂട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്താൽ ഇവിടെ ഹൃദയത്തിന്റെ ചിന്തകൾ ഇവർക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ. അനുതാപത്തിന് മനസ്സുണ്ടാകട്ടെ. ചെയ്ത പാപങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാകട്ടെ. അനുദപിച്ചേറ്റു പറഞ്ഞ് കർത്താവിനോട് ചേർന്ന്, ക്രൂശിനോട് ചേർന്ന് യേശുവെ നീ സൗഖ്യമാക്കുന്നതും വിടുതൽ നൽകുന്നതും അനുഗ്രഹിക്കുന്നതും മനസ്സിലാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഈ മക്കളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്നതോർത്ത് ദൈവമേ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ സകല പൈശാചിക ബാധകളും, ബന്ധനങ്ങളും, കെട്ടുകളും, ശാപങ്ങളും ഇപ്പോൾ പൊട്ടപ്പെട്ടു പോകട്ടെ. ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി, ഫലം കായ്ക്കുന്നവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവകൃപയാൽ ദൈവത്തിന്റെ സ്നേഹത്തിന് നടുവിലായി അനുഗ്രഹമായി മാറുവാൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം ഞങ്ങളെ തൊട്ടതിനും തൊടുന്നതിനും നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. പിതാവാം ദൈവമേ, പുത്രനാം തമ്പുരാനെ, പരിശുദ്ധാത്മാം ദൈവമേ, അങ്ങേക്ക് ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ ജോലി മേഖലയോടും നിങ്ങളുടെ കുടുംബത്തോടും സകലത്തോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വൈകുന്നേരം 8 മണിക്ക് ഒരുമിച്ച് ചേർന്ന് വീണ്ടും പ്രാർത്ഥിക്കാം.